ആകെ മൊത്തത്തിൽ സിനിമ കണ്ടതിൽ എനിക്ക് നഷ്ടബോധമൊന്നുമില്ല. നമ്മൾ ഈ ബാന്ദ്രയും തങ്കമണിയും ഒക്കെ കണ്ടതുപോലെ ഒരു ദുരിതം കഴിഞ്ഞ് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ എനിക്കില്ല. എന്നാൽ അതേസമയം ഒരു ചെറിയ സങ്കടം, അതായത് ഈ ടിപ്പിക്കൽ ദിലീപ് സിനിമകളിലെ കോമഡി രംഗങ്ങൾ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിലെ ആ ഇമോഷണൽ സാധനത്തിൽ കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിലുണ്ടല്ലോ അത് വേറെ ലെവൽ ഒരു സിനിമ ആവുമായിരുന്നു എന്നെനിക്ക് തോന്നി. നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് യാതൊന്നും മുകളിലേക്ക് തന്നിട്ടില്ലാത്ത അങ്ങനത്തെ അവകാശവാദം ഇവരുടെ ടെക്നിക്കൽ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ ക്രൂ മെമ്പേഴ്സോ ആരും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എന്താണോ ട്രെയിലർ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണോ ടീസറിൽ കണ്ടിട്ടുള്ളത് അതിന്റെ ഒരു 2-2.5 മണിക്കൂർ നേരം വരുന്ന ഒരു വലിയൊരു വേർഷൻ എന്നുള്ളത് മാത്രമാണ് പവി കെയർ ടേക്കർ. ദിസ് മൂവി ഈസ് പ്യുവർലി ഫോർ ഫാമിലി ഓഡിയൻസും പിള്ളേർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഹോളിഡേ ടൈമിൽ ഞാൻ പറയും ഈ സിനിമ അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഏതൊരു സിനിമ പറയുന്നല്ലോ, എടാ നമ്മൾ ഈ കളിയിലില്ല, അവരെ പാടായി നമ്മൾ പറയണത്, ഇത് അവരെ പടമാണ്. ആൻഡ് ഐ ഫീൽ ദ ഫാമിലി ഓഡിയൻസ് ഷുഡ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി.